ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ത് എന്ന ചോദ്യത്തിന് നമുക്ക് പരാമർശിച്ചു പോകേണ്ട കാര്യം ഏറ്റവും അധികം രാഷ്ട്രീയ വിവാദങ്ങൾ ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു കഴിഞ്ഞു പോകുന്നത്. ഒരുപക്ഷെ സംസ്ഥാനത്തെ അടുത്ത സർക്കാർ ആരാവണം എന്ന ഉത്തരം തേടുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ സംസ്ഥാനത്തിന്റെ വികസന വിഷയങ്ങൾക്ക് ഏറ്റവും പ്രാമുഖ്യം കിട്ടേണ്ട തെരഞ്ഞെടുപ്പാണ്. പക്ഷേ നമുക്ക് നമ്മുടെ സമീപകാല തെരഞ്ഞെടുപ്പുകളിലൊക്കെ അതല്ല സംഭവിക്കുന്നത്. ഇത്തവണ ഇവിടെയും സംഭവിച്ചതും അങ്ങനെ തന്നെയാണ്. വലിയ വിവാദങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നത് ഡീൽ എന്ന തരത്തിലാണ്. അതായത് ഇടതുപക്ഷവും BJPയും തമ്മിൽ കേരളത്തിൽ ഡീലുണ്ട് എന്ന ആക്ഷേപം ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഉന്നയിക്കാനാണ് UDF ശ്രമിച്ചത്. കേരളത്തിൽ വന്നുപോയ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയും ഒപ്പം പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള എല്ലാ മുൻനിര നേതാക്കളും CPM BJP ഡീൽ എന്ന ആക്ഷേപമാണ് മുന്നോട്ട് വെച്ചത്. ഏറ്റവും ഒടുവിൽ KC വേണുഗോപാലിന്റെ വാക്കുകളും നമ്മൾ കേട്ടുകഴിഞ്ഞു. എന്നാൽ ഇതിന് മറുപടിയുമായി CPM നേതൃത്വം കളത്തിലുണ്ടായിരുന്നു. ഒപ്പം അവർ തിരിച്ചുന്നയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധമാണ്. ഇതിനിടയിൽ SDPI വിഷയങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഇങ്ങനെ കൊണ്ടും കൊടുത്തും ഡീൽ ആക്ഷേപം ഏറ്റവും സജീവമായ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് കടന്നു പോകുന്നത്. സംസ്ഥാനത്ത് BJPയുമായി ഇടതുപക്ഷത്തിന് ഡീലുണ്ടെന്ന് ആരോപിക്കുന്നതിലൂടെ വലിയ തരത്തിലുള്ള ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാവാം ഒരുപക്ഷേ പ്രതിപക്ഷം ശ്രമിച്ചിട്ടുണ്ടാവുക. എന്താണ് ഇതിന്റെ രാഷ്ട്രീയം നമുക്ക് വിശദമായി പരിശോധിക്കാം. കിരൺ ബാബു ഒപ്പം തന്നെ VV അരുൺ ഉണ്ട്. കിരൺ, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കാലം കടന്നുപോയ വിവാദ വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട്. അതിലേറ്റവും പ്രാധാന്യം ഡീൽ എന്ന ആരോപണത്തിന് തന്നെയാണല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കേൾക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം വാക്കുകളിൽ അതുണ്ട്. ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയുടെ ഭാവിയിൽ CPMന്റെ പങ്ക് എന്താവും, അത് ഏത് തരത്തിൽ ബാധിച്ചാലും കുഴപ്പമില്ല. കേരളത്തിൽ ഇത് ഏറ്റവും ശക്തമായി ഉന്നയിക്കുക ഇതായിരുന്നു രാഹുൽ ഗാന്ധി അടക്കം ഉള്ളവർ നടത്തിയ നീക്കം. രാഹുൽ ഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രിയൊക്കെ പരാമർശം നടന്നതും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഡീൽ ആക്ഷേപമാണോ പ്രതിപക്ഷം ഈ സർക്കാരിനെതിരെ CPMനെതിരെ ഉന്നയിക്കാൻ കഴിഞ്ഞ ഏറ്റവും ആയുധമായി കണ്ടത്? അത് എത്ര കണ്ട് പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും? സജിത്തെ, ഏത് തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിയാണോ ഒരു വിഷയം ഉന്നയിക്കുന്നത് ആ വിഷയത്തിലേക്ക് എതിരാളികളെ കൊണ്ടുവരാൻ കഴിയുക, അത് വളരെ പ്രധാനമാണ്. കൺസിസ്റ്റൻ്റായി ആ വിഷയത്തിൽ തന്നെ നിർത്തുക. അങ്ങനെ അവർക്ക് ആ ഗുണം ഉണ്ടാകുന്നത് ആ വിഷയം ഉന്നയിക്കുന്ന മുന്നണിക്കാവും സ്വാഭാവികമായും അതിൻ്റെ ഗുണമുണ്ട്. അവരാണ് ഈ വിഷയം ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം പരിശോധിച്ചാൽ നമുക്ക് പ്രധാനമായും മനസ്സിലാവുന്നത് ഡീൽ ആരോപണം, CPM BJP ഡീൽ ആരോപണം ആദ്യം മുതൽ ഉന്നയിച്ചത് കോൺഗ്രസ്സുകാരാണ്. അത് പ്രതിപക്ഷ നേതാവായാലും രമേശ് ചെന്നിത്തലയായാലും KC വേണുഗോപാലായാലും ഇവർ ആവർത്തിച്ച് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി വരുമ്പോൾ രാഹുൽ ഗാന്ധിയെ കൊണ്ടടക്കം ആ വിഷയം ഉന്നയിപ്പിക്കുന്നു. ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുക ഈ ദിവസം വരെ കഴിഞ്ഞ 2 ആഴ്ചയിൽ തുടർച്ചയായി ഒരു വിഷയം നിലനിർത്താൻ, 1-ാം നമ്പർ വിഷയമായി നിലനിർത്താൻ UDFന് കഴിഞ്ഞു, കോൺഗ്രസിന് കഴിഞ്ഞു എന്നത് അവരെ സംബന്ധിച്ച് വലിയ നേട്ടമായി തന്നെ കാണണം. കാരണം ഈ ഡീൽ ആരോപണം നിലനിർത്തേണ്ടത്, ഡീൽ ആരോപണം ചർച്ച ആവേണ്ടത്, അങ്ങനെ ഒരു സംഘപരിവാരമായി ഏതെങ്കിലും തരത്തിൽ CPM ഒരു ബന്ധമുണ്ട് അല്ലെങ്കിൽ അത്തരം ഒരു രഹസ്യമായ നീക്കങ്ങളുണ്ട് എന്നുള്ള ഒരു തോന്നൽ സമൂഹത്തിലുണ്ടായാൽ അതിൻ്റെ ഗുണം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് UDFനാണ്, കോൺഗ്രസിനാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ആവർത്തിച്ച് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ആ വിഷയത്തെ മറികടക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഒരുപാട് പ്ലസ് പോയിന്റുകൾ ചർച്ചയാക്കേണ്ട വികസന പദ്ധതികൾ അടക്കമുണ്ടായിരുന്നു. പക്ഷേ എത്രത്തോളം അതിനെ മറികടന്നുകൊണ്ട്, ഡീൽ ആരോപണത്തെ മറികടന്നുകൊണ്ട് ആ വിഷയങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അത് പൂർണ്ണമായും ഡീൽ ആരോപണം ഒരു വിഷയം എന്ന നിലയ്ക്ക് തുടക്കം മുതൽ ഉയർന്ന നിരവധി വിഷയങ്ങളിൽ ഏറ്റവും തുടക്കം മുതൽ ഇന്ന് ഏറ്റവും അവസാനം KC വേണുഗോപാൽ വാർത്താ സമ്മേളനം നടത്തുന്ന ആ സമയം വരെ പ്രതിപക്ഷ നേതാക്കളായാലും അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ള നേതാക്കളായാലും ഏറ്റവും കൂടുതൽ മറുപടി പറയേണ്ടി വന്ന വിഷയം ഈ ഡീൽ ആരോപണം തന്നെയാണ്. തിരിച്ച് ഡീൽ ആരോപണം കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളത് CPM അങ്ങനെയാണ് അതിനെ ശക്തമായി പ്രതിരോധിക്കുന്നത്. BJP ആണെങ്കിൽ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ CPMും കോൺഗ്രസും തമ്മിലാണ് ഡീൽ എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധിക്കുന്നത്. പക്ഷേ എങ്ങനെ വന്നാലും ഡീൽ എന്നുള്ള വിഷയം കേരള ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ചയായിരുന്നു എന്നത് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്തമായ പോരാളിയായി ജനവിധിയിലെത്തുന്ന അഡ്വക്കേറ്റ് ഡിഒ പ്രകടനം ഐശ്വര്യത്തിന്റെ പ്രതീകമായി കൈപ്പറ്റി അടയാളങ്ങളുടെ ഡീൽ ആരോപണങ്ങൾക്ക് ശേഷം നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട ഒരു വിഷയം ജമാഅത്തെ ഇസ്ലാമി SDPI ബന്ധമാണ്. ജമാഅത്തെ ഇസ്ലാമി SDPI ബന്ധത്തിൽ 2 മുന്നണികളും ഏറെക്കുറെ ഒരുപോലെ തന്നെ ഈ ആരോപണം നേരിടേണ്ടി വരുന്നുണ്ട്. ഈ ബന്ധം സംബന്ധിച്ച് ഞങ്ങൾക്ക് അത്തരമൊരു ബന്ധമില്ല എന്ന് ഇരു മുന്നണികളും ആവർത്തിച്ച് പറയുമ്പോഴും ഞങ്ങൾക്ക് അവരുടെ വോട്ട് വേണ്ട എന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു മുന്നണി പറയാൻ തയ്യാറല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് SDPIയുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ആക്ഷേപം നേരിടേണ്ടി വരുന്നത്. അത് ഇടതുമുന്നണിയെ സംബന്ധിച്ചാലും UDFനെ സംബന്ധിച്ചാലും സമാനമായ ആരോപണമുണ്ട്. നേമത്ത് ഇടതുമുന്നണിയാണ് SDPIയുമായി ആ തരത്തിലേക്ക് ഒരു ബന്ധം സ്ഥാപിച്ചിട്ടുള്ളത് എങ്കിൽ മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥി അടക്കം പിൻവലിപ്പിച്ചത് ലീഗിൻ്റെ ഇടപെടൽ മൂലമാണ് എന്നുള്ള തരത്തിലേക്കുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. അത് ലീഗ്
SDP നേതാക്കൾ തന്നെയാണ്, സ്ഥാനാർത്ഥി തന്നെയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. പക്ഷേ ലീഗ് അത് എവിടെയും നിഷേധിച്ചിട്ടില്ല. അപ്പോൾ ഇരു മുന്നണികൾക്കും ഏറെയും കുറഞ്ഞുമൊക്കെ ചില മണ്ഡലങ്ങളിലെങ്കിലും അപൂർവം ചില ഏറ്റവും കുറഞ്ഞത് നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങൾ നേമവും അത് മഞ്ചേശ്വരവുമാണ്. ഈ 2 മണ്ഡലങ്ങളിലും മഞ്ചേശ്വരത്ത് UDF-നാണെങ്കിൽ നേമത്ത് LDF-ന്. ഇവർ രണ്ടുപേരും SDP വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ വോട്ട് പിന്തുണ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ ഇത് സംസ്ഥാനത്ത് ആകെ ഉണ്ടാക്കുന്ന ഒരു വലിയ എതിരായ ഒരു വികാരമുണ്ട്. അത് ഇരു മുന്നണികളെ എങ്ങനെ ബാധിക്കും എന്നൊക്കെ രണ്ടുപേരും പരസ്പരം ഇത് ഞങ്ങളുടെ മേലല്ല ഈ പാപക്കറയുള്ളത് എന്ന മട്ടിലായിരുന്നു രണ്ടുപേരുടെയും പ്രതികരണം. പക്ഷേ വോട്ട് വേണ്ട എന്ന് CPM-ന്റെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ MA ബേബിയോ അടക്കമുള്ള ഒരു നേതാവും പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളാരും അവരും UDF-ന് വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല. ആകെ VD സതീശൻ മാത്രം കഴിഞ്ഞ തവണ SDP വോട്ട് വേണ്ട എന്ന് ലോക്സഭയിൽ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് SDP നിങ്ങളോട് ചോദിച്ചിട്ടല്ല പിന്തുണ എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ നിലപാടിൽ മാറ്റമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും ഈ തവണ വോട്ട് വേണ്ട എന്നുള്ള വാക്ക് അദ്ദേഹവും ഉപയോഗിക്കുന്നില്ല. താരതമ്യേന ഒരു മെച്ചപ്പെട്ട സ്റ്റാൻഡ് എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ നിലപാടിൽ ഉറച്ചു നിന്നെന്ന് വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ മാത്രം പറയും. പക്ഷേ പ്രതിപക്ഷ നേതാവിനേക്കാൾ മുകളിൽ നിൽക്കുന്ന KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളൊക്കെ അങ്ങനെ ഞങ്ങൾ ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.